നമസ്കാരം, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ ഉച്ച ഊണിന് എന്തൊക്കെയാണെന്ന് നോക്കിയാലോ. ചോറ്, പിന്നെ സാമ്പാർ, ചാള മീൻ വറുത്തത്. സാമ്പാർ വെച്ചാൽ ഇവിടെ വേറെ കറികളൊന്നും വെക്കില്ല, സാമ്പാറും മീൻ വറുത്തതും ആയിരിക്കും എന്നത്തെ മെനു. സാമ്പാർ വയ്ക്കുന്ന ദിവസത്തെ കാര്യം പറഞ്ഞു കേട്ടോ. അപ്പോൾ ഇന്ന് നമ്മുടെ ഗീത ചേച്ചിയുടെ മോന് അവിടെ കള്ളിക്കാട് വെച്ച് വിരുന്ന് കൊടുക്കുകയാണ്. അപ്പോൾ ദീപ ചേച്ചി വരുന്നെങ്കിൽ വരാൻ രാവിലെ വിളിച്ചിട്ടുണ്ടായിരുന്നു. പക്ഷേ വേദയ്ക്ക് ട്യൂഷൻ, ഡാൻസ് ക്ലാസ് എല്ലാം ഉണ്ട്. എക്സാം മൺഡേ ആണ്. അവിടെ പോയാലും ഒരു വക പഠിക്കത്തില്ല കേട്ടോ. അതുകൊണ്ട് പിന്നെ പോകുന്നില്ല എന്ന് വെച്ചു. ഇപ്പം ഫോണിൽ വാട്സപ്പിൽ മെസ്സേജ് വന്നു. ആ മെസ്സേജ് അല്ല, കുറേ ഫോട്ടോസ് അവർ ഗ്രില്ല് ചെയ്യുന്നു, മീൻകറി വയ്ക്കുന്ന ഫോട്ടോസൊക്കെ കണ്ടു. അത് കണ്ടപ്പോൾ വേദയ്ക്ക് ഭയങ്കര വിഷമം കേട്ടോ. ഇന്നലെ സിനിമ എല്ലാം കണ്ടിട്ട് വന്ന് കിടന്നപ്പോൾ 12 മണിയൊക്കെ ആയി. ചിലർക്കൊന്നും അതൊരു സമയമല്ല. പക്ഷേ എന്നെ സംബന്ധിച്ചിടത്തോളം 7 മണിക്ക് 8 മണിയാകുമ്പോൾ ഉറങ്ങുന്ന ഞാൻ 12 മണിയൊരു സമയമാണ്. രാവിലെ എഴുന്നേക്കാൻ 8:30 9 മണിയൊക്കെ ആയപ്പോൾ എഴുന്നേറ്റു. 8 മണിയായപ്പോൾ എഴുന്നേറ്റു. പിന്നെ വീഡിയോ ഒക്കെ ഡൗൺലോഡ് ചെയ്ത് എഡിറ്റ് ചെയ്തിട്ടുണ്ടൊക്കെ ഇരുന്നിട്ട് ഇറങ്ങിയപ്പോൾ താമസിച്ചു കേട്ടോ. ഓക്കെ, അപ്പോൾ ഇതാണ് ഇന്നത്തെ ലഞ്ചും കഴിച്ചിട്ട് നേരെ വേദയും കൊണ്ട് ഡാൻസ് ക്ലാസ്. ഡാൻസ് ക്ലാസ്സിന് പോകാനായിട്ട് ഞാനും കൂടി പോകാമെന്നും പറഞ്ഞ് ഇറങ്ങി നിന്നതാണ്. അപ്പോൾ കാറിൽ പോകാമെന്നും പറഞ്ഞ് കാറിലാണെങ്കിൽ ഞാൻ കൂടി പോകാമെന്ന് കരുതി. അപ്പോൾ കാർ എടുക്കാൻ നിന്നപ്പോൾ വെയിലെല്ലാം മാറി കേട്ടോ. നല്ല തണലല്ല, ഒരു മഴക്കോള് പോലെ ഇങ്ങനെ നിന്നു, മൂടിക്കെട്ടി നിന്നു. അപ്പോൾ ഏട്ടനും വേദയും കൂടി സ്കൂട്ടറിൽ പോയി. പിന്നെ ഞാൻ പോയില്ല, മടിച്ചു. ഇപ്പോൾ ഭയങ്കര മഴക്കാറും ഇടിയൊക്കെ കുടുങ്ങുന്നുണ്ട്. അച്ഛനും മോളും കൂടി നനയൂന്ന് അറിയത്തില്ല. രാവിലെ ആയിരുന്നു വേദയ്ക്ക് ട്യൂഷൻ, അതുകൊണ്ട് വൈകിട്ട് ട്യൂഷനില്ല. 4:30 ആകുമ്പോൾ ട്യൂഷൻ കഴിയും. അപ്പം മഴയാണോ എന്നറിയില്ല, നല്ല മൂടിക്കെട്ടി നിൽപ്പുണ്ട്. ഇത് നോക്കിയാൽ നല്ല മഴക്കാറ്, ഇടിയൊക്കെ മിന്നുന്നുണ്ട് കേട്ടോ. ഇടി കുടുങ്ങുന്നുണ്ട്. നല്ല മഴക്കാറ്. സമയം 3 മണിയാട്ടോ. എന്തായാലും ഇന്ന് മഴ പെയ്യും കേട്ടോ. അച്ഛനും മോളും മിക്കവാറും നനയും. നല്ല ഇടിയൊക്കെ കൊടുങ്ങുന്നുണ്ട്. ഞാനൊന്ന് കിടക്കുകയായിരുന്നു. കിടന്നപ്പോഴാണ് നല്ല മഴക്കാറും ഇടിയുടെയൊക്കെ ശബ്ദം. മഴയാണോ എന്ന് പറഞ്ഞ് ഇറങ്ങിയതാണ്. അപ്പം മഴയില്ല. ഞാനിപ്പോൾ എന്താ ചെയ്യുന്നതെന്ന് വെച്ചാൽ, കുറച്ച് കപ്പലുണ്ടേ. ഏട്ടനോട് കപ്പലിൻ്റെ വാങ്ങിച്ചുകൊണ്ടാൻ പറഞ്ഞപ്പോൾ കഴിഞ്ഞ ദിവസം കുറച്ച് ദിവസമായി എന്നിടയ്ക്ക് ഏട്ടൻ കള്ളിക്കാട് പോയിരുന്ന ദിവസം വാങ്ങിച്ചുകൊണ്ട് വന്നതാണ്. അപ്പോൾ തോട് കളഞ്ഞ കപ്പലിൻ്റെ കൊണ്ടുവന്നു. അപ്പോൾ തോടുള്ള കപ്പലിൻ്റെ പൊളിച്ച് കഴിക്കാനാണ് ടേസ്റ്റ് കൂടുതലേ. ഇതങ്ങനെ ഇരിക്കുന്നു. അപ്പം ഞാൻ കരുതി കുറച്ച് നെയ്യൊക്കെ ഒഴിച്ച് നെയ്യും ഉപ്പും കുരുമുളകും ഇട്ട് ടോസ്റ്റ് ചെയ്തെടുക്കാമെന്നായിരുന്നു. അപ്പോൾ ചിലപ്പോൾ അത് ചിലവാകും. കുറച്ചേ ഉള്ളൂ. ഇത്ര രസമായിട്ടിരിക്കണം. അപ്പം ഇങ്ങനെയൊക്കെ ആകുമ്പോൾ ചിലവാകും. നെയ്യ് കഴിയും. എനിക്ക് കുറേ നെയ്യിന് ഉരുക്കാനായിട്ടിരിക്കുകയാണ്. പാൽപ്പാട എടുത്ത് വച്ചിരിക്കുകയാണ് ഉരുക്കാനായിട്ട്. സമയം കിട്ടുന്നില്ല. എന്തിനൊരു എക്സ്ക്യൂസ് ഉണ്ടല്ലോ, സമയം കിട്ടുന്നില്ല. കുറച്ചുപ്പും കുറച്ച് കുരുമുളകും. നമ്മൾ കടയിൽ നിന്നൊക്കെ റോസ്റ്റ് ചെയ്ത് കപ്പലിൻ്റെയും ചിലപ്പോൾ കാഷ്നട്ടൊക്കെ ഇങ്ങനെ ഞാൻ വറുത്ത് വയ്ക്കും കേട്ടോ. നല്ല ടേസ്റ്റാണ്. കുറേ ആയി ഇങ്ങനെയൊക്കെ ചെയ്തിട്ട്. ഒരു ഓർഡർ വന്നു. ഞാൻ നമ്മുടെ ചാർജറിന് വേണ്ടിയിട്ട് നമ്മുടെ ചാർജറിൽ ഈ സാധനം ഇങ്ങനെ കയറ്റിയിട്ട് ആ കേബിളിലും ഇത് ഇത്രയും കവർ ചെയ്യുമ്പോൾ ചാർജർ കുറച്ച് നാൾ ലാസ്റ്റ് ചെയ്തിരിക്കും. 16,000 രൂപ കൊടുത്ത് വാങ്ങിയതല്ലേ. അപ്പോൾ പിന്നെ അതിനെ എങ്ങനെയും സംരക്ഷിക്കുക കുറച്ച് നാളത്തേക്ക്. മറ്റേ 14 ഇരുന്നപ്പോൾ വേറൊരു ചാർജറായിരുന്നു, അതിനെ കൊടുത്ത് അത് അന്ന് 3,000 രൂപ എന്തോ കൊടുത്ത് വാങ്ങിച്ചതാട്ടോ. 2 ചാർജർ ഞാൻ വാങ്ങിക്കും. കാരണം ഒന്ന് ഏട്ടനും വാങ്ങും, ഒന്ന് എനിക്കും വാങ്ങും. ഞാനിപ്പോൾ നെട്ടയത്തൊക്കെ പോകുമ്പോൾ ചാർജർ എടുത്തിട്ട് പോകും. ഇവിടെ ചാർജർ ഉണ്ടാവില്ലല്ലോ, അങ്ങനെ വാങ്ങും. ആ 2 ചാർജറും വേസ്റ്റായി. ഇപ്പോൾ 2 വാങ്ങിയിട്ടുണ്ട്. അപ്പോൾ അത് മാക്സിമം ഉപയോഗിക്കുക. അതുകൊണ്ട് തന്നെ ഒരു കവറൊക്കെ വാങ്ങിച്ചതാണേ. മൂത്തില്ല. ടോസ്റ്റായി വന്നിട്ടുണ്ട്. ഇത് അവണിൽ വെച്ച് മൈക്രോവേവ് ചെയ്താലും മതി കേട്ടോ. ഞാൻ ഓർമ്മിച്ചില്ല. ഞാൻ കാഷ്നട്ട് വാങ്ങിക്കുമ്പോൾ അവണിൽ വെച്ചാണ്. അത് നെയ്യൊന്നും ഒഴിക്കാണ്ട് ചെറുതായിട്ട് ഇങ്ങനെ വറുത്തെടുക്കും. അപ്പോൾ നമ്മൾ ചുട്ട കാഷ്നട്ട് പോലെ കിട്ടും. ഇത് ഞാൻ മറന്നുപോയി. നെയ്യും കുരുമുളകും ഉപ്പും കൂടി ചേർന്നിട്ട് നല്ല ടേസ്റ്റ് ഉണ്ട്. കപ്പലിൻ്റെ വാങ്ങിക്കുമ്പോൾ ഇങ്ങനെ ചെയ്ത് നോക്കണേ.
ഇങ്ങനെ ഇങ്ങനെ നമ്മുടെ ചാർജറിൻ്റെ കേബിളിൽ കറക്കി എടുക്കണം. കൊള്ളാം കേട്ടോ, ജോലി കൊള്ളാം. മഴ തുടങ്ങിയില്ല, പക്ഷെ പെയ്യും. ഇന്നത്തെ രാവിലത്തെ ചൂട് കണ്ടപ്പോൾ എനിക്ക് മനസ്സിലായിട്ട്. ഞാനാണെങ്കിൽ രാവിലെ നിന്ന് അങ്ങനെ വേർത്ത് കുളിക്കണം. അങ്ങനെ വേർത്ത് കുളിക്കുന്ന ദിവസം എനിക്കറിയാം ഇന്ന് 2 ദിവസം എന്തായാലും മഴ ഉണ്ടാവുമെന്ന്. അതുപോലെ തന്നെ സംഭവിച്ചു. കുറച്ചേരം ഇരുന്ന് ചുറ്റിക്കൊണ്ടിരിക്കാം കേട്ടോ. എങ്ങനെ മഴക്കാറ് കൊണ്ട് നിറങ്ങി നിന്നിട്ട് മഴ പെയ്തില്ലതേ പൊടിഞ്ഞ് നിൽക്കുക. ഇടിയൊക്കെ കൊടുക്കുന്നുണ്ട്. ഇപ്പോൾ ഭീകര മഴ പെയ്യുമെന്ന്. മഴയും ഇല്ല, ഒന്നുമില്ല. ചൂടും ഭയങ്കരമായിട്ടുണ്ട് കേട്ടോ. അച്ഛനും മോളും എത്തിയിട്ടില്ല, 5 മണിയായി. അപ്പോൾ എത്തും. അപ്പോൾ എന്തായാലും മഴ നനയില്ല. നോക്കി എത്രയും മഴക്കാറുണ്ടായിട്ട് പൊടിഞ്ഞ് നിൽക്കുന്നതല്ലാണ്ട് ഒരിതുമില്ല കേട്ടോ. മഴയില്ലായിരുന്നു അവിടെ? എനിക്ക് കൊഴുക്കട്ട വാങ്ങിച്ചാ? കടയില്ലായിരുന്ന? ഞാൻ കൊഴുക്കട്ടയ്ക്ക് വേണ്ടി വെയിറ്റിംഗ് ആയിരുന്നു ബേബി. സത്യമായിട്ടില്ല. പിന്നെ എന്തോന്ന് വാങ്ങിച്ച കഴിച്ചേ? എവിടെന്ന്? എനിക്കൊരെണ്ണം വാങ്ങിച്ചോണ്ട് തരാറുണ്ട്. കൊഴുക്കട്ട തിന്നാന്നും പറഞ്ഞിരുന്നതാണ്. കൊഴുക്കട്ട ഇല്ല. പിന്നെ വേദയ്ക്ക് എക്സാം സ്റ്റാർട്ട് ചെയ്തു. ഇനി ഞാനും ബിസി, വേദയും ബിസി. രാവിലെ ട്യൂഷനൊക്കെ പോയിട്ടൊന്നും പിന്നെ പഠിക്കാനുള്ള സമയം കിട്ടിയില്ല. ഒരു അരമണിക്കൂർ റെസ്റ്റ് എടുത്തിട്ട് പഠിച്ചോളാൻ പറഞ്ഞ് റെസ്റ്റ് എടുക്കാതെ ഫോണും കണ്ടൊക്കെ നടക്കുകയാണ്. രാവിലെ വെച്ച സാമ്പാർ ഒന്നുകൂടി ചൂടാക്കി വെക്കാം. ചൂടാക്കിയില്ലെങ്കിൽ ചിലപ്പോൾ ചീത്തയായിരിക്കും രാവിലെ വെച്ച സാമ്പാറായിരിക്കും. അപ്പത്തിൻ്റെ മാവ് വാങ്ങിക്കോ, നാളെ അപ്പവും സാമ്പാർ. നല്ല കോമ്പിനേഷനല്ലേ. പിന്നെ സാമ്പാർ കളയാൻ പറ്റൂല. പൊറോട്ട വാങ്ങിക്കണം വൈകിട്ട്. ഫ്രീസറിൽ 2 പൊറോട്ട ഇരിക്കും. ഞാൻ കഴിക്കും, നാളെ ഞാൻ കഴിക്കും. നാളെ ബീഫ് പൊറോട്ട ഫ്രീസറിൽ ഇരിക്കും. വെക്കട്ടാ? പച്ച ബീഫ്. മീന് തികയില്ല. ഒരു നേരത്തൊക്കെ തികയും. വൈകിട്ട് നാളെ ഇറച്ചിയൊന്നും വാങ്ങിക്കണില്ലെന്ന്. അതെന്താ കഴിഞ്ഞതിനും ബീഫ് വാങ്ങിച്ചിട്ട് ആരും കഴിച്ചില്ല കേട്ടോ. പോത്തൊക്കെ ആണെങ്കിൽ പിന്നെ ബീഫ് എന്തോ കഴിച്ചിട്ടൊരു ഇത് തോന്നണില്ല, അതുകൊണ്ട് കഴിച്ചില്ല. ഏട്ടൻ മാത്രം 2 ദിവസം കഴിച്ചിട്ട് വീണ്ടും ബാക്കി വന്നത് ഫ്രീസറിൽ ഇരിക്കുകയാണ്. അത് നാളെ ഞാൻ ഇനി കഴിക്കണം. ഓക്കെ, അങ്ങനെ ഇന്നത്തെ ദിവസവും കഴിയാറായി. ഒരു ദിവസത്തിൻ്റെ അവസാനം പുട്ടവിച്ചോ ദോശ ചുട്ടോ ഒക്കെയാണ് നമ്മൾ നിർത്തുന്നതല്ലേ. ഇന്നും അതുപോലെ തന്നെ. ഇന്നത്തെ ഡിന്നർ പുട്ടും സാമ്പാറും മീൻ വറുത്തതും. പിന്നെ ഇത് എവിടെ നിന്ന് വാങ്ങിയാന്ന് ചോദിച്ചിട്ട് കമൻറ്റ് ഉണ്ടായിരുന്നു. ഇത് ഞാൻ കടയിൽ നിന്ന് വാങ്ങിയതാണ്, ഓൺലൈനല്ല. ലിങ്ക് തരുമെന്നൊക്കെ ചോദിച്ച് കമൻറ്റ് ഉണ്ടായിരുന്നു കേട്ടോ. കടയിൽ നിന്ന് വാങ്ങിയതാണ്. ഇത് ശരിക്കും പറഞ്ഞാൽ കള്ളിക്കാട് അമ്മയ്ക്ക് ഞാൻ വാങ്ങിച്ചു കൊടുത്തതാണ്. അപ്പോൾ കള്ളിക്കാട് അമ്മയ്ക്ക് ഞാൻ വേറൊരു സാധനം വാങ്ങിച്ചു കൊടുത്തു. അപ്പോൾ ഇതിനെടുത്ത് മാറ്റി വെച്ചിരുന്നു. അപ്പോൾ പിന്നെ ഞാൻ ഇതിനെ ഇങ്ങനെ എടുത്തുകൊണ്ട് വന്നു. എനിക്കിതിൻ്റെ വേറൊരെണ്ണം ഉണ്ട്, അത് പുറത്തിരിക്കുകയാണ്. ഇതാകുമ്പോൾ അടിയിലൊരു ബേസൻ പോലെ ഒരു സാധനമുണ്ട്. അപ്പോൾ വെള്ളം താഴത്തേക്ക് വരില്ല. എൻ്റെ കയ്യിൽ ഇരിക്കുന്നത് താഴെ അങ്ങനെ ഒരു ഇതില്ല കേട്ടോ. അപ്പോൾ നമ്മളത് വച്ചിട്ടും കാര്യമില്ല, നമ്മൾ പാത്രങ്ങളിടുമ്പോൾ വെള്ളം വീണ്ടും പോവും. അപ്പോൾ ഇത് നല്ലതായതുകൊണ്ട് അങ്ങനെ ഇത് വെച്ചേക്കാണ്. അപ്പോൾ പുട്ട് നനച്ച് മിക്സിയുടെ ജാറിലിട്ട് ഒന്ന് കറക്കിയെടുത്തു. അപ്പോൾ അത് ഉണ്ടയൊന്നും കെട്ടാണ്ട് ഇങ്ങനെ നല്ലതായിട്ട് കിട്ടും കേട്ടോ. അങ്ങനെ മിക്സിയുടെ ജാറിലിട്ട് അടിച്ച് വച്ചിരിക്കുകയാണ്. അതിനെ പുട്ടുകുറ്റി ആവി വന്നു. ഞാൻ വറുത്ത് വെച്ച കപ്പലണ്ടി കഴിഞ്ഞു കേട്ടോ. വേദയും ഞാനും കൂടെയൊക്കെ എടുത്ത് കഴിച്ചത് അങ്ങനെ തീരാറായി. അത് ഇത്ര ദിവസം കൊണ്ട് അവിടെ അങ്ങനെ ഇരിക്കുന്നു. അപ്പോൾ അങ്ങനെ ഐഡിയ ചെയ്തത് കൊണ്ട് അത് തീർന്നു. പുട്ടുക്കുറ്റിയിൽ ആവി വന്നു. അത് ഇറക്കി വെച്ചില്ലെങ്കിൽ അത് തനിയെ ഇങ്ങനെ പൊങ്ങി പൂക്കുറ്റി പോലെ വരും. ദീപാവലി എടുത്തെത്താറായില്ലേ. ദീപാവലിക്ക് ഇവിടെ ഒരു മേളമാണ്. അപ്പം എന്തായാലും ഇന്നത്തെ കുഞ്ഞു വീഡിയോ നമുക്കിവിടെ എൻഡ് ചെയ്യാം. പുതിയൊരു നല്ല വിശേഷമായിട്ട് നാളെ ഒരു സൺഡേ വ്ളോഗുമായിട്ട് കാണാം. ഇതിപ്പോൾ നാളെ ആയിരിക്കും അപ്ലോഡ് ആവുന്നത്, പക്ഷേ സൺഡേ സംഭവിച്ച കാര്യങ്ങൾ മൺഡേ അപ്ലോഡ് ചെയ്തുകൊണ്ട് നമുക്കൊരു സൺഡേ വ്ളോഗ് നാളെ കാണാം. അപ്പോൾ ടാറ്റാ, ബൈ.